ഗാസ രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലായനം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു. വടക്കൻ ഗാസയിൽ ബോംബുകളുടെ വർഷമായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇസ്രായേലിൻ്റെ അവസ്ഥ, ഇസ്രായേലിലെ പലസ്തീൻ്റെ? നിലവിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല, അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിലവിൽ ദോഹയിൽ ഖത്തറും അമേരിക്കയും കൂടി പങ്കെടുത്ത ഒരു മധ്യസ്ഥ ചർച്ച നടന്നു എന്ന് പറയുന്നു. ആ ചർച്ചയിലാണ് ഈ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ, അതായത് 60 ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ ഉണ്ടായിരിക്കുന്നത്. ഒരു പരിധിവരെ അവിടെ ഗാസയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു മാനുഷിക സംഘർഷം, വളരെയേറെ പേർ ഈ ആക്രമണങ്ങളുടെ ദുരിതം പേറുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത്തരം സംഘർഷങ്ങളുടെ ദുരിതം പേറുന്നവരുണ്ട്. അവരുടെ ഒരു നിലവിലുള്ള ഒരു പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഏതാണ്ട് 10 ആഴ്ചയായി ഈ സഹായ ട്രക്കുകൾ, അതായത് അവശ്യ വസ്തുക്കളും മരുന്നുകളും അടക്കമുള്ള സാധനങ്ങൾ, സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ട്രക്കുകൾ തടഞ്ഞു വയ്ക്കപ്പെട്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അതായത് ഈ വലിയൊരു സംഘർഷം നടക്കുമ്പോൾ അത് സാധ്യമല്ല അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത്. ആ ട്രക്കുകൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തും. ഏതാണ്ട് പ്രതിദിനം 400ഓളം ട്രക്കുകൾ, അത് വലിയൊരു ആശ്വാസമാണ്. അവിടെ ഇത്ര വലിയ, അതായത് രണ്ടും പക്ഷത്തും ഏറ്റുമുട്ടൽ നടക്കുമ്പോഴും ഇതിൻ്റെ ആത്യന്തികമായി ഇരകളാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അവരുടെ കണ്ണീര് നമുക്ക് എത്ര കണ്ടില്ലെന്ന് നടിച്ചാലും അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്, വലിയൊരു മാനസിക പ്രശ്നം തന്നെയാണ്. അവിടെ വിവിധ സന്നദ്ധ സംഘടനകൾ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് വലിയൊരു ആശങ്ക പറഞ്ഞിരുന്നു. കാരണം പല കുട്ടികളും ഭാരക്കുറവും ആഹാര ദൗർലഭ്യത്തിൻ്റെ രോഗാവസ്ഥകളും ഒക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാൻ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ വെടിനിർത്തലിലൂടെ സാധിക്കും എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഈ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ വർഷം, ഹമാസ് ആക്രമിക്കുന്നു, കഴിഞ്ഞ വർഷമാണ് ഹമാസ് ആക്രമിക്കുന്നു, വലിയ തോതിൽ ഇസ്രായേലിനെ അവരുടെ ഒരു അതിർത്തി മേഖലയിൽ ആക്രമണം നടത്തി നിരവധി ആൾക്കാരെയാണ് കൊലപ്പെടുത്തിയത്. ബന്ദികളായിട്ട് 200 പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഈ ബന്ദികളെ മോചിപ്പിക്കാമെന്നുള്ളത് ഉറപ്പിൻ്റെ പേരിലാണ് വെടിനിർത്തൽ വന്നത് ആദ്യം. ആ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ കൂട്ടത്തോടെ ജയിലിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരെ മോചിപ്പിച്ചു. അവരും തിരിച്ച് മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. കുറച്ചുപേരെ മോചിപ്പിച്ചിട്ട് പിന്നെ ഈ ഇസ്രായേലികളായിട്ടുള്ളവരെ മോചിപ്പിക്കുന്നത് അങ്ങ് ഹമാസ് നിർത്തി. ഇതോടുകൂടിയാണ് വീണ്ടും വെടിനിർത്തൽ ലംഘനമുണ്ടായി ആക്രമിക്കേണ്ടി വരുന്നത് ഇസ്രായേലിന്. അതായത് ഹമാസിൻ്റെ കാലങ്ങളായിട്ടുള്ള ഒരു തന്ത്രം, ആയുധശേഷിയിൽ അവർക്ക് ഇസ്രായേലിനോട് കിടപിടിക്കാൻ സാധിക്കില്ല. മറ്റു പല വിദേശ ശക്തികളുടെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ കൃത്യമായി മറയുണ്ടാക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരുടെ ബന്ദികളാക്കി അവരുടെ ജീവൻ വെച്ച് വിലപേശുന്നു. ആ ഒരു തന്ത്രം തന്നെയാണ് ഈ ഘട്ടത്തിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 9 ബന്ദികളെ മോചിപ്പിക്കാമെന്നാണ് ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി അവർ സമ്മതിച്ചിരിക്കുന്നത്. 9 അല്ല, അതിൻ്റെ എത്രയോ ഇരട്ടി പേർ അവരുടെ കസ്റ്റഡിയിൽ, അവരുടെ പിടിയിലുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ, അവരുടെ മറ്റ് വിവരങ്ങൾ എന്ത്, ഇതെല്ലാം വെളിപ്പെടുത്തണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം തന്നെ ഇസ്രായേലും ഈ വെടിനിർത്തൽ ധാരണകളുടെ പേരിൽ ഹമാസിൻ്റെ പക്ഷത്ത് നിന്ന് പിടിയിലായിട്ടുള്ള കുറച്ച് പേരെ വിട്ടയക്കാമെന്നുള്ള സമ്മതവും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഔദ്യോഗികമായി വരുന്നതല്ല. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സംഘർഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2 മാസത്തോളം വെടിനിർത്തൽ ധാരണകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം മാർച്ച് 18 ഇരുഭാഗത്തു നിന്നുള്ള ഏറ്റുമുട്ടൽ പുനരാരംഭിച്ചത്. ഏതാണ്ട് 1000ഓളം പേർ ഈ ഒരു കാലയളവിൽ മരിച്ചിട്ടുണ്ട് എന്നാണ്, ഏതാണ്ട് 300ഓളം പേർ ഈ മാർച്ചിന് ശേഷം പുതിയ സംഘർഷങ്ങളുടെ ഭാഗമായി 300ഓളം പേർ മരിച്ചിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. എന്നാൽ അവിടുന്നുള്ള ചില പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നത് സ്ഥിതിഗതികൾ ഇതിലും രൂക്ഷമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രധാനമായും ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്, അതേപോലെ തന്നെ ആശുപത്രികളടക്കമുള്ളവ ആക്രമിക്കപ്പെട്ടു എന്നാണ് അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെല്ലാം വാസ്തവമാണെങ്കിൽ ഒരുപക്ഷെ പുറം ലോകം അറിഞ്ഞതിനേക്കാൾ വലിയൊരു സങ്കീർണാവസ്ഥ അവിടെ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഏറ്റവും രൂക്ഷമായി അവിടെ ഉണ്ടാകുന്നത് പട്ടിണിയുടെ, അതായത് ഇത്രയും ആൾനാശത്തിനുപരി പട്ടിണിയാണ് അവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം അന്താരാഷ്ട്ര ഏജൻസികളടക്കം, US പ്രസിഡൻ്റ് അടക്കം, ഡൊണാൾഡ് ട്രംപ് അടക്കം അവിടെ പറഞ്ഞത് ഒരുപാട് പേർ അവിടെ
പട്ടിണി നേരിടുന്നു, കുട്ടികളടക്കമുള്ളവർ പോഷകാഹാര ദൗർലഭ്യം നേരിടുന്നു. ഇത്തരം ചില പ്രതിസന്ധികൾ ഉടനടി ഇത്തരം ഒരു മാനുഷിക വശം കൂടി പരിഗണിച്ചുകൊണ്ടാവാം ഒരുപക്ഷെ ഇത്ര രക്തരൂക്ഷിതമായ ഒരു സ്ഥിതി നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് എത്തി, അല്ലെങ്കിൽ അതിന് സമ്മതമാണ് എന്ന തരത്തിൽ എത്തിയെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതായത് ഹമാസ് നിരന്തരമായി നടത്തുന്ന ആക്രമണങ്ങൾ, അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ആൾക്കാരെ മറയാക്കിക്കൊണ്ട് ഈ പറയുന്ന ഭീകരവാദ നടത്തുന്നതിന് അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ആശുപത്രി, ഒന്ന് ഈ പറയുന്ന സ്കൂളുകൾ, മറ്റൊന്ന് ഈ പറയുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഈ ദുരിതത്തിൽപ്പെട്ടവരെ കഴിയുന്ന ക്യാമ്പുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ ഒളിച്ചിരിക്കുകയും അവിടെ നിന്ന് ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേൽ നോക്കുമ്പോൾ ഭീകരർ അവിടെയാണുള്ളത്, ഈ സ്ഥലത്തുള്ള, അവിടേക്ക് ആക്രമിക്കേണ്ടി വരും. അങ്ങനെ ആക്രമിക്കേണ്ടി വരുമ്പോൾ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസം ഹമാസിനെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ, പാലസ്തീനികളായിട്ടുള്ളവർ തന്നെ വലിയൊരു പ്രകടനം നടത്തിയത്. ഇനി ഹമാസ് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം, സമാധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ഗാസയുടെ അടിഭാഗം മുഴുവൻ ടണലുകളാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ടണലുകളുണ്ട്, ഇതിനെ വളഞ്ഞും പുളഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്ന ടണലുകൾ. ഈ ടണലുകൾക്കകത്ത് ആയുധങ്ങൾ ശേഖരിക്കുകയും അവിടെ നിന്ന് ആക്രമണം നടത്തുകയാണ് ഹമാസ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുക, അവരുടെ ബന്ദികളാക്കപ്പെട്ട ഇസ്രയേലികളെ തിരിച്ചു കിട്ടുക, ഇതിന് വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കുറേ കാലം, വർഷങ്ങളോളം ഇസ്രയേൽ ഗാസ യുദ്ധമോ സംഘർഷമോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴെല്ലാം ഈ പറയുന്ന ഇസ്രയേലിനെതിരെ ആയുധങ്ങൾ കോപ്പുകൂട്ടുകയായിരുന്നു ഹമാസ്, യുദ്ധമില്ലാതിരുന്ന സാഹചര്യത്തിലും. എന്നിട്ട് ഒരുമിച്ചൊരു വലിയ ആക്രമണം നടത്തി കുറേ ആൾക്കാരെ കൊല്ലുകയും കുറേ ആൾക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയതിന് ശേഷമാണ് ഇവിടെ വീണ്ടും ഈ മേഖലയിൽ അശാന്തി വന്ന്, യുദ്ധം വന്ന് വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കുന്നത്. എനിക്ക് ഈ ആലോചിക്കുമ്പോൾ വലിയ സങ്കടം തോന്നും. ഈ പറയുന്ന പലസ്തീനികളായ മനുഷ്യരുടെ അവസ്ഥ, അവിടത്തേക്ക് കുട്ടികളുടെ അവസ്ഥ, കുട്ടികളൊക്കെ വലിയ മാനസികമായിട്ടൊക്കെ വലിയ ദുഃഖം നേരിടുന്നവരാണ്. വലിയ രീതിയിൽ ഈ പറയുന്ന ഈ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തത്ര വലിയ ഡിപ്രഷനിലേക്കൊക്കെയാണ് കുട്ടികൾ പോകുന്നത്. കാരണം തൊട്ടടുത്ത് ഉറങ്ങുമ്പോൾ പോലും അവർ ഞെട്ടി ഉണരും, ഒന്ന് കണ്ണടച്ചാൽ അപ്പോൾ ഞെട്ടും. കാരണം അത്രയ്ക്ക് ബോംബ് വർഷവും വലിയ രീതിയിലുള്ള ആക്രമണവുമാണ് നടക്കുന്നത്. ഒരിക്കലും യുദ്ധം ഒന്നിനും നല്ലതല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. പക്ഷേ ഈ നിലവിലെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ ഗുരുതരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.